യാത്രാമധ്യേ പ്രസവവേദന നേരിട്ട യുവതിക്ക് തുണയായത് മലയാളി കത്തോലിക്ക സന്യാസിനി. ദീനസേവ സന്യാസ സമൂഹാംഗവും മലയാളിയുമായ സിസ്റ്റർ വസുന്ധയുടെ സമയോചിത ഇടപെടലിലാണ് അമ്മയ്ക്കും കുഞ്ഞിനും പുതുജീവിതം ലഭിച്ചിരിക്കുന്നത്. സന്യാസത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ച സിസ്റ്റർ വസുന്ധ പ്രൊഫഷണൽ നഴ്സാണ്. ഡാൻസിയിൽ നടന്ന സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻസ് യോഗത്തിൽ പങ്കെടുത്ത് മെയ് 2-ന് റായഗഡയിലേക്ക് മടങ്ങേണ്ടതായിരുന്നു അവർ. എന്നാൽ സഞ്ചരിക്കാൻ ബുക്ക് ചെയ്തിരുന്ന ട്രെയിൻ റദ്ദാക്കി മെയ് 9-ന് പുനർക്രമീകരിച്ച് ട്രെയിനിൽ മടക്കയാത്ര ആരംഭിച്ചു. പിറ്റേന്ന് പുലർച്ചെ അടുത്ത കമ്പാർട്ട്മെന്റിൽ പ്രസവവേദന അനുഭവിക്കുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയെക്കുറിച്ച് കൂടെയുണ്ടായിരുന്ന സന്യാസിനി സിസ്റ്റർ വസുന്ധയെ അറിയിക്കുകയായിരുന്നു. വൈദ്യസഹായമോ മറ്റു സൗകര്യമുള്ള അടുത്തുള്ള സ്റ്റേഷനോ ഇല്ലാത്ത മേഖലയിലൂടെയായിരുന്നു ട്രെയിൻ സഞ്ചരിച്ചിരുന്നത്. ഗർഭിണിയായ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നത് 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളും. നിസ്സഹായ സാഹചര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന യുവതിയുടെ അപകട സാധ്യത മനസ്സിലാക്കി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് സിസ്റ്റർ വസുന്ധ ഇടപെടുകയായിരുന്നു. നേരം വെളുത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു സഹായം ചെയ്യാൻ പോലും ആരും ഇല്ല. ഒരു കൈലിമുണ്ട് ഉപയോഗിച്ച് മറച്ചുകെട്ടി ലേബർ റൂം തയ്യാറാക്കി. താൻ കൂടെയുണ്ടെന്ന് മനോബലം ഗർഭിണിയായ യുവതിക്ക് നൽകി പ്രാർത്ഥിച്ചുകൊണ്ട് സിസ്റ്റർ പ്രസവ ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു. സാമഗ്രികൾ ഒന്നും ഇല്ലായിരുന്നുവെന്നും പ്രാർത്ഥനയും അനുഭവവും മാത്രമായിരുന്നു കൂടെയുണ്ടായിരുന്നതെന്നും സിസ്റ്റർ വസുന്ധ പറഞ്ഞു. ഏകദേശം 3 കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞാണ് ജനിച്ചത്. മെഡിക്കൽ സംഘം കാത്തുനിൽക്കുന്ന അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴേക്കും അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരുന്നു. തന്റെ കമ്പാർട്ട്മെന്റിൽ മുട്ടുകുത്തി പ്രാർത്ഥനയിൽ മുഴുകിയാണ് സിസ്റ്റർ വസുന്ധ ദൈവത്തിന് നന്ദി അർപ്പിച്ചത്. അധികൃതർ നവജാത ശിശുവിനെയും അമ്മയെയും ആംബുലൻസിലേക്ക് മാറ്റുമ്പോഴും നിശബ്ദമായ സേവനം പൂർത്തീകരിച്ചതിന്റെ ആത്മനിർവൃതിയായിരുന്നു സിസ്റ്റർ വസുന്ധ. അടുത്തിടെ ഒഡീഷയിൽ മതപരിവർത്തന ആരോപണം ഉന്നയിച്ച് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജ്റംഗ് ദൾ സംഘത്തിൽ നിന്ന് ഒരു കന്യാസ്ത്രീക്കും സംഘത്തിനും വലിയ ഭീഷണി നേരിടേണ്ടി വന്നിരുന്നു. ഈ വാർത്തയ്ക്കിടെയാണ് മറ്റൊരു ട്രെയിനിൽ സ്നേഹത്തിന്റെ അധ്യായമുള്ള സിസ്റ്റർ വസുന്ധയുടെ ഇടപെടലിന്റെ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ചുങ്കക്കുന്നിൽ നിന്നുള്ള സിസ്റ്റർ വസുന്ധ മഞ്ചപ്പള്ളി 5 പതിറ്റാണ്ടുകളായി ഉത്തരേന്ത്യയിലുടനീളം വിവിധ മിഷനുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ ഒഡീഷയിലെ റായഗഡ രൂപതയിലെ ലൈഗുഡ ഇടവകയിലാണ് അവർ സേവനം ചെയ്യുന്നത്.